ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കണോ അതോ മ്യൂസിക് ആഡ് ചെയ്യണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ ഒരു ദിവസം മുഴുവനും. അവസാനം വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ വിചാരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് മാമാടെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു ഫാമിലി. ഉമ്മാൻ്റെ ഫാമിലി, 2 മൂത്തമ്മമാരും 2 മാമന്മാരും ആണ് ഉള്ളത്. ഉമ്മ ഇവിടെ ഇല്ല, പുറത്താണ് കേട്ടോ. ഇപ്പം ഇത് ആ ഒരു 2 പേരാണ് എൻ്റെ മുത്തുമ്മമാർ. അതായത് അതിൽ ആ പച്ച നൈറ്റി ഇട്ട മുത്തുമ്മാൻ്റെ മോനാണ് എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ അറ്റത്തിരിക്കുന്ന ആ ചെമ്പ് മുടിയുള്ള ആളാണ് എൻ്റെ ഇളയ മാമ കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ തൊട്ടിപ്പുറമുള്ള വൈറ്റ് ചുരിദാറാണ് ഇത് എൻ്റെ ഇളയ മാമാൻ്റെ അമ്മ, അതായത് ആ ചെമ്പ് മുടിയുള്ള മാമാടെ വൈഫ് കേട്ടോ. ഇത് എൻ്റെ മൂത്ത അമ്മായിയാണ്, മൂത്ത മാമാൻ്റെ വൈഫ്. അവർക്ക് 2 മക്കളാണ്. ഇളയാൾ TTC കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. മൂത്ത മോനാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അവനൊരു 1.5 മുതലാണ്. അവനെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല. അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ മുഴുവനും ഒരു ചിൽ വൈബായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, അവന് ഭയങ്കര ഹ്യൂമർ സെൻസാണ്. അവന് എന്ത് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു കോമഡി ഉണ്ടാവും. ഞങ്ങൾ ചിരിച്ച് ചില സമയത്ത് എന്താ പറയുക, നമ്മുടെ ആടി വരെ കേൾക്കും, അതുപോലെ ആയിരിക്കും ചിരിക്കുക. അവന് അങ്ങനത്തെ ഒരു ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് ഡിഗ്രീൻ്റെ ഒരു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അതിന് കോപ്പി അടിച്ച കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു കേട്ടോ, ഞാനും അവന് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ എവിടെ പോയിരുന്നാലും അവൻ ശരിക്കും പറയുകയാണെങ്കിൽ അതെല്ലാം കേട്ടോ. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് കേട്ടോ തറവാടെല്ലാനും വിറ്റതും കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യമൊക്കെ തറവാട്ടിലാണ് എല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നത്. ഇപ്പോൾ തറവാടൊന്നും ഇല്ല, അതൊക്കെ വിറ്റ് ഇപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയി. ഇപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൂടൽ മാത്രം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കൂടൽ വന്നാൽ അങ്ങനെ കൂടും, അല്ലാതെ വേറെ കണ്ടു അമ്മയുടെ ഉമ്മാൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ. ഇതിൽ കുറേ പേരൊക്കെ മിസ്സിംഗ് ഉണ്ട്. അടുത്തൊരു കൂടൽ ഞാൻ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ആക്കാൻ പരമാവധി ട്രൈ ചെയ്യാവേ.